വെൽക്കം ബാക്ക് ടു ഏഗിൾ ലേണിംഗ്. ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട് അല്ലേ. നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവരുടെ അഡീഷനും സബ്ട്രാക്ഷനും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് സെറ്റാക്കാം. സോ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 6 - 4 എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവില്ല. 6 - 4 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അറിയാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, 4 - 6 എത്രയാണ്? അപ്പം നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാണ് ടീച്ചറെ 4 - 6 ചെയ്യുക? ചെറുതിൽ നിന്നും വലുത് എങ്ങനെ കുറയ്ക്കും അല്ലേ? ചെറുതിൽ നിന്ന് വലുത് എങ്ങനെ കുറയ്ക്കും? ഞങ്ങൾ ഇത്ര നാൾ പഠിച്ചത് അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്ത് ചെയ്താൽ മതി? 6 - 4 കുറയ്ക്കാം. ഓക്കെ, 6 നിന്നും 4 മൈനസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ 4 - 6 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ 10 - 28 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും ചെറുതിൽ നിന്ന് വലുത് കുറച്ചേക്കാണ്. അപ്പൊ തിരിച്ച് ചെയ്യുക. 28 - 10 ചെയ്യുക. അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ എന്താവും ആൻസർ? -18 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ ഓൾജിബ്ര ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. അടുത്തത് എന്താണെന്ന് അറിയൂ? നമുക്ക് എല്ലാവർക്കും 4 + 6 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, 10 എന്ന് എഴുതും. ഇതിന് പകരം ഞാൻ -4 + 6 എന്ന് കൊടുത്താൽ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? -4 + 6 ഒരു നെഗറ്റീവ് നമ്പറിനോട് ഒരു പോസിറ്റീവ് സംഖ്യ ആഡ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യും ഇത്? വളരെ ഈസിയാണ്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആളില്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള ആൾ ആരാണ്? 6 ആണ്. 6 ആദ്യം എഴുതി. എന്നിട്ട് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ എഴുതി -4. 6 - 4. അപ്പൊ എന്തുത്തരം വന്നു? 2 എന്ന് ഉത്തരം വന്നു. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞേ, -32 + 24 എന്ത് ചെയ്യണം? 24നെ ആദ്യം എഴുതണം. എന്നിട്ട് -32 എഴുതാം. അപ്പൊ ഇവിടെ നോക്കിയേ, 24 നിന്നും 32 കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കും? തിരിച്ച് ചെയ്താൽ മതി. 32 നിന്നും 24 കുറയ്ക്കുക. അതിനൊരു മൈനസ് കൊടുക്കുക. സോ എന്താവും? -8 എന്ന് ആവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാ ഈ ഒരു കാര്യവും ഇവിടെ ഓൾജിബ്ര ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡി? അപ്പൊ അടുത്തത് ഇതാണ്. നമ്മളിപ്പോൾ -4ന്റെ കൂടെ ഒരു പോസിറ്റീവ് സംഖ്യ ആഡ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി -4 നിന്നും ഒരു പോസിറ്റീവ് സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക? -4 - 6 എങ്ങനെ ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്. കോമൺ ആയിട്ട് മൈനസ് വന്നു. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള മൈനസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? മൈനസിനെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ +4, പിന്നെയോ ഈ -6 നിന്ന് മൈനസിനെ പുറത്തെടുത്താൽ 6, 4 + 6. അപ്പൊ എന്താണ് ഉത്തരം വരിക? -10. റെഡി? -10. അപ്പൊ അങ്ങനെയാണെങ്കിൽ -15 - 35 എന്താണ് വരിക? മൈനസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 15 + 35 which is equal to -50. 15 + 35 എന്ന് പറയുമ്പോൾ 50. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെയും ഓൾജിബ്ര ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? -x - y എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ദെൻ എക്സും വൈ ആണ് ഉള്ളത്. സോ x + y. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു സംഖ്യ 4 പ്ലസ് ഒരു നെഗറ്റീവ് നമ്പർ. 4 + -6 എങ്ങനെ ചെയ്യും? 4 + -6 എങ്ങനെ ചെയ്യും? അപ്പൊ സിമ്പിൾ ആണ്. നോക്കിക്കോ, ഇവിടെ 4 + -6 എന്നാണ്. ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നു. പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ നമുക്ക് അതിനെ എന്താക്കാം? മൈനസ് ആക്കാം. ഓർത്ത് വയ്ക്കാം, പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അതിനെ മൈനസ് ആക്കി എഴുതാം. പ്ലസും മൈനസും മൈനസ്, പ്ലസും മൈനസും മൈനസ്. സോ ഇവിടെ എന്താവും? 4 - 6 എന്നാവും. 4 - 6 എന്താ? 6ൽ നിന്നും 4 കുറയ്ക്കുക. അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ എന്ത് വന്നു? -2 എന്ന് വന്നു. റെഡി? സെറ്റ് അല്ലേ? അടുത്തത് 10 + -28 എന്ത് ചെയ്യണം? പ്ലസും മൈനസും ഒരുമിച്ച് വന്നു. സോ 10 - 28. 10 - 28 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? 28ൽ നിന്നും 10 കുറയ്ക്കുക. അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ -80. റെഡി? ക്ലിയർ അല്ലേ? സോ ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഓൾജിബ്ര. x
പ്ലസ് മൈനസ് വൈ എന്ന് പറയുന്നത്. ദാ ഇവിടെ നടുവിൽ പ്ലസും മൈനസ് ഒരുമിച്ച് വരുമ്പോൾ എന്താക്കണം? മൈനസ് ആക്കണം. സോ എക്സ് മൈനസ് വൈ എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ തന്നെ സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. 10 മൈനസ് മൈനസ് 27 എങ്ങനെ ചെയ്യും? ഇവിടെ നടുവിൽ 2 മൈനസ് അടുത്തടുത്ത് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും അടുത്തടുത്ത് വന്നാൽ എന്താവും? നെഗറ്റീവ് ആവും. ഇവിടെ നോക്കിയേ 2 നെഗറ്റീവുകൾ അടുത്തടുത്ത് വന്നു. അപ്പോൾ അതെന്താവും? 2 മൈനസ് സൈൻ അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. മൈനസും വേറൊരു മൈനസും കൂടെ അത് പ്ലസ് ആവുന്നു. സോ എന്തായി? 10 പ്ലസ് 27 37. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 10 വേണ്ട, 10 ഓൾറെഡി ചെയ്തതാണ്. 100 മൈനസ് മൈനസ് 34 എന്തായി? ഈ 2 മൈനസും കൂടെ പ്ലസ് ആയി. 100 പ്ലസ് 34 134. റെഡി? ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓൾജിബ്ര എന്താ വരിക? എക്സ് മൈനസ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. റെഡി? ഓക്കെ. അപ്പോൾ ഇതാ നമുക്ക് ലാസ്റ്റ് ഓപ്പറേഷനിലോട്ട് പോവാം. അഡീഷൻ സബ്ട്രാക്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ലാസ്റ്റ് ഓപ്പറേഷൻ ആണ്. മൈനസ് ഓഫ് മൈനസ് 100 എന്ത് വരും? 100ന്റെ നെഗറ്റീവ് എടുക്കുന്നു, അതിൻ്റെയും നെഗറ്റീവ്. ഒരു 100ന്റെ ന്യൂനം, അതിൻ്റെ ന്യൂനം. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 2 മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അതേ രീതിയിൽ ആലോചിക്കുക. 2 മൈനസ് അടുത്തടുത്ത് വന്നു, ഇത് പ്ലസ് ആയി, പോസിറ്റീവ് 100 ആയി. റെഡി? അപ്പം അങ്ങനെയാണെങ്കിൽ മൈനസ് മൈനസ് 248 എന്ത് വരും? പോസിറ്റീവ് 248 ആവും. സോ ഇതിൻ്റെ ഓൾജിബ്ര എന്തായിരിക്കും? മൈനസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി എന്താണ്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ പഠിക്കണം, ഗുണനവും ഹരണവും കൂടെ പഠിക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 ഏകൻ ക്ലാസ് 8 ചാനലിൽ ഒരു വലിയ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റിൻ്റെ ഒരു ലൈവായിട്ട് ഞാൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ ലൈവിലേക്ക് എത്തിച്ചേരുക. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇത് പഠിച്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. മൈനസ് ഓഫ് 8 മൈനസ് 18 ഇതിൻ്റെ ആൻസർ എന്താണ് എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എല്ലാവരോടും നമ്മുടെ ലൈവിൻ്റെ കാര്യം പറയാം. എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. അപ്പോൾ ലൈവിൽ കാണാം.